നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നീർക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും എച്ച് എം എൽ എ നിർവഹിച്ചു. വായനയാണ് ലഹരി എന്ന പദ്ധതിക്കും MLA തുടക്കം കുറിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പ് SBI ചീഫ് മാനേജർ SR ഹേമന്ത് ഉദ്ഘാടനം ചെയ്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം കടൽത്തീരത്ത് ഡോൾഫിന്റെ 3 ദിവസം പഴക്കമുള്ള ജഡമടിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം ജഡം മറവ് ചെയ്തു. വാർത്തകൾ വിശദമായി. നീർക്കുന്നം SGV ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും എച്ച് MLA നിർവഹിച്ചു. വായനയാണ് ലഹരി എന്ന പദ്ധതിക്കും MLA തുടക്കം കുറിച്ചു. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും എച്ച് MLA നിർവഹിച്ചു. ധാരാളം വായിക്കാൻ കഴിയുന്നൊരു ഇടം, അങ്ങനെ ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ നിശ്ചയമായി നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ വായിച്ച ഒരു സാഹിത്യകാരൻ കൂടിയാണ് വിശിഷ്ടാതിഥിയായി നമ്മുടെ വേദിയിൽ നിന്ന് സന്നിഹിതനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്നതാണ് കൂടുതൽ ഭംഗി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജൂൺ മാസം വായനാ ദിനമായും വായനാ വാരാചരണമായും വായനാ മാസാചരണവുമായി ഒക്കെ കേരളമെമ്പാടും ആചരിക്കുന്ന ഒരു സമയമാണ്. ജൂൺ 19 പ്രിയങ്കനായിട്ടുള്ള PL പണിക്കർ സാറിൻ്റെ ചരമവാർഷിക ദിനമാണ്. ആ ദിനത്തിലാണ് അദ്ദേഹം മരിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം മുതൽ 95 അദ്ദേഹം മരിക്കുന്നത്. 96 മുതൽ കേരളത്തിലെമ്പാടും നമ്മൾ വായനാ ദിനമായും നേരത്തെ പറഞ്ഞ പോലെ അതിന് തുടർച്ചയായി പിന്നീട് വായനാ പക്ഷാചരണം എന്നെല്ലാം പല പേരുകളിൽ നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നൊരു ഘട്ടമാണ്. ഒരു സമൂഹത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യം വായനയ്ക്കുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതായിട്ട് നമുക്കെല്ലാം പൊതുവെ ഒരു ബോധ്യമുള്ള കാര്യമാണ്. മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ വളർച്ചയും നേടുന്ന പുതിയ അറിവുകളും ആ അറിവുകളുടെ കൈമാറ്റവും എല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ലോകത്ത് ആധുനികമായ മനുഷ്യനായി നമ്മളെല്ലാം കണക്കാക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ലോകത്തെ ഒരു ആധുനിക ലോകം എന്ന് നമ്മൾ നിശ്ചയമായും പറയുന്നുണ്ട്. അതിനെല്ലാം അടിസ്ഥാനമായി വർത്തിക്കുന്നത് ശാസ്ത്രത്തിന്റെ വളർച്ചയും അതിന്റെ ഭാഗമായി ഓരോ നിമിഷങ്ങളിലും നമ്മൾ ആർജിക്കുന്ന പുതിയ വിജ്ഞാനത്തിന്റെ ഒരു വളർച്ചയും കൂടി ചേർന്നിട്ടാണ്. ഒരു വർഷക്കാലം നീളുന്ന വായനാ പരിപോഷണ പ്രവർത്തനമായ വായനയാണ് ലഹരി എന്ന പരിപാടിക്കും MLA തുടക്കം കുറിച്ചു. പ്രശസ്ത കഥാകാരൻ അംബികാസുധൻ മങ്ങാട് മുഖ്യാതിഥിയായി. കഥകളുടെ രചനാ പശ്ചാത്തലവും കഥാകാരന്റെ അനുഭവ സാക്ഷ്യങ്ങളും അംബികാസുധൻ മങ്ങാട് കുട്ടികളോട് പങ്കുവച്ചു. തുടർന്ന് എൻഡോസൾഫാൻ ദുരന്തം വിവരിച്ച എൻ മകളെ, പരിസ്ഥിതി കഥകളായ ചിന്നമുണ്ടി, നീരാളിയൻ, 2 മത്സ്യങ്ങൾ, മൊട്ടാമ്പുള്ളി, തെയ്യം കഥ പറയുന്ന മരക്കാപ്പിലെ തെയ്യങ്ങൾ തുടങ്ങി കുട്ടികൾ വായിച്ച കഥകളുടെ ചർച്ചയും നടത്തി. SMC ചെയർമാൻ പ്രശാന്ത് S. കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ V. ഫാൻസി എന്നിവർ ചേർന്ന് മികച്ച വായനക്കാർക്ക് സമ്മാനങ്ങൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ്തി സജിത്, പഞ്ചായത്ത് അംഗം സുനിത പ്രദീപ്, അമ്പലപ്പുഴ VPC V. അനിത, മദർ PTA പ്രസിഡന്റ് ശാലിനി സ്വരാജ്, SMC അംഗങ്ങളായ സുരേഷ് ബാബു, തൻസീർ, സീനിയർ അസിസ്റ്റന്റ് P. പ്രസാദ്, SRG കൺവീനർമാരായ ദീപ ഗോപിനാഥ്, PR രജനി, സ്റ്റാഫ് സെക്രട്ടറി AJ സിസിലി, വിദ്യാരംഗം കൺവീനർ CV മീന എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക A. നദീറ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പ് SBI ചീഫ് മാനേജർ SR ഹേമന്ത് ഉദ്ഘാടനം ചെയ്തു.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണ ചടങ്ങിന്റെ ഭാഗമായി ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസും സെന്റ് ജോസഫ്സ് കോളേജ് NSS NCC യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ SR ഹേമന്ത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ഫൗണ്ടേഷൻ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ റീജിയണൽ ഓഫീസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBO സംഘടിപ്പിച്ച മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് സെന്റ് ജോസഫ് കോളേജുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ സംഘടിപ്പിച്ചത്. 70,000 യൂണിറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ഒരു പ്രോഗ്രാമാണ് ഇന്ന്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ AA ഉഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ AM ജസ്ന രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തി. കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർമാരായ മേരി രജിത, നീതു ജോസ്, NCC ഓഫീസർ G ഹെലൻസി എന്നിവർ സംസാരിച്ചു. HR മാനേജർ KR അഭിലാഷ്, M അനിൽകുമാർ, സുജിത് ചന്ദ്രൻ, S ശരത്ലാൽ, അനന്തു, അജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബാങ്കിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പിൽ നിന്നും ലഭിച്ച രക്തം വണ്ടാനം TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് കൈമാറുമെന്നും അധികൃതർ വ്യക്തമാക്കി. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TG ആഞ്ചലോസ് പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന് ഭരണിക്കാവിൽ വേദി ഒരുങ്ങിയതായി CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TG ആഞ്ചലോസ് പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഭരണിക്കാവിൽ വെച്ച് 27, 28, 29 തീയതികൾ നടക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഭരണിക്കാവ് പോലൊരു ഗ്രാമത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളന നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 27ാം തീയതി സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായിരുന്ന പുതുപ്പള്ളി രാഘവൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും. ശൂനാട് സമരത്തിലെ നായകരിൽ ഒരാളായ CK കുഞ്ഞിരാമൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും. ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 28-ന് രാവിലെ 10-ന് കാനം രാജേന്ദ്രൻ നഗറിൽ വിപ്ലവ ഗായിക PK മേദിനി പതാക ഉയർത്തും. സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. 29-ന് രാവിലെ 9-ന് പ്രതിനിധി സമ്മേളനം നടക്കും. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ, S സോളമൻ, L ശ്രീകുമാർ എന്നിവർ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആലപ്പുഴ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം കടൽത്തീരത്ത് ഡോൾഫിന്റെ 3 ദിവസം പഴക്കമുള്ള ജഡം അടിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം ജഡം മറവു ചെയ്തു. പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം കടൽത്തീരത്ത് ഡോൾഫിന്റെ 3 ദിവസം പഴക്കമുള്ള ജഡം അടിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് 2 മീറ്ററോളം നീളമുള്ള ജഡം അടിഞ്ഞത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ജഡം വൈകുന്നേരം 6-ഓടെ ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ മതിലിനോട് ചേർന്ന് മറവു ചെയ്തു. അമ്പലപ്പുഴയുടെ തീരപ്രദേശത്ത് 10 ദിവസത്തിനുള്ളിൽ ഇത് 3-ാം തവണയാണ് കടൽ ജീവികളുടെ ജഡം അടിയുന്നത്. രാവിലെ കടലിൽ പോയ പൊന്തുവള്ളക്കാരാണ് കടൽ ഭിത്തിയോട് ചേർന്ന് ജഡം അടിഞ്ഞത് കാണുന്നത്. വനം വകുപ്പ് കോന്നി ഡിവിഷനിൽ നിന്നും ഡെപ്യൂട്ടി ഗ്രേഡ് ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ സോളമൻ ജോണിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. വൈകുന്നേരത്തോടെ പുന്നപ്ര സീനിയർ വെറ്റിനറി ഓഫീസർ ഡോക്ടർ മഞ്ജുവിന്റെ നേതൃത്വത്തിൽ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, സെക്രട്ടറി സൗമ്യ റാണി, വില്ലേജ് ഓഫീസർ സജീവ്, ധീവരസഭ താലൂക്ക് പ്രസിഡന്റ് KD അഖിലാനന്ദൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 14-ന് പുറക്കാട് പുന്തല തീരത്ത് തിമിംഗലത്തിന്റെ അഴുകിയ ജഡം അടിഞ്ഞിരുന്നു. പിന്നാലെ 17-ന് പുറക്കാട് അയ്യൻകോഴിക്കൽ തീരത്തും തിമിംഗലത്തിന്റെ അഴുകിയ ജഡം അടിഞ്ഞു. അഴുകിയതിനാൽ 2 പ്രദേശത്തും ജനങ്ങൾ ദുർഗന്ധം കൊണ്ട് വീർപ്പുമുട്ടിയിരുന്നു. എന്നാൽ ഡോൾഫിന്റെ ജഡം അഴുകാത്തതിനാലും
മണിക്കൂറുകൾക്കകം മറവ് ചെയ്തതിനാലും പ്രദേശവാസികൾക്ക് കാര്യമായ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ 165 കോടിയോളം രൂപ ചെലവഴിച്ചതായി സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 165 കോടി രൂപ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിനിയോഗിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന 2024-25 വർഷത്തെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്ര നേട്ടമാണ് കൈവരിച്ചത്. 5 വർഷത്തിനുള്ളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി 53.52 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മറ്റനുബന്ധ കോഴ്സുകളിലേക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളാണ് കടന്നു വന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. ജില്ലാ ആന്റി നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥൻ G ശാന്തകുമാരൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യബോർഡ് കമ്മീഷണർ H സലീം, മത്സ്യബോർഡ് അംഗങ്ങളായ സക്കീർ അലങ്കാരത്ത്, KK രമേശൻ, മത്സ്യത്തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപിച്ചു. അമ്പലപ്പുഴ MLA H സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സമാപിച്ചു. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മുളയിലെ നിന്നുള്ള ജീവിതശൈലി രോഗങ്ങളെ സുഖകരമാക്കാം ഭാവി ജീവിതത്തെ എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിന്റെ സമാപനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായത് നമ്മൾ ഏറ്റവും താഴത്തെ സബ് സെന്റേഴ്സ് മുതൽ അല്ലെങ്കിൽ വേണമെങ്കിൽ ആശാ വർക്കേഴ്സ് മുതലുള്ള ഒരു വലിയ ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്. സബ് സെന്റർ മുതൽ മേലേക്ക് നോക്കിയാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം വരെ ഗവൺമെന്റ് മേഖലയിൽ തന്നെ കേരളത്തിലുണ്ട്. മാത്രമല്ല, ആരോഗ്യപരമായ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു പ്രബോധനം ആവിഷ്കരിക്കപ്പെട്ടാൽ നമ്മുടെ നാട്ടിലെ സാധാരണ വീട്ടമ്മ ഉൾപ്പെടെ ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ പതിപ്പിക്കും, അതിന് ഭാഗമായി ചേരുകയും ചെയ്യും. ഒരു കാര്യം അങ്ങനെ അവരോട് പറഞ്ഞാൽ കൃത്യമായി അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യും. ഇതൊരു സംസ്കാരമായ ഒരു കൾച്ചറായി തന്നെ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു വലിയ മികവ് നമുക്കുള്ളത് കൊണ്ടാണ് ഏത് മഹാമാരി വന്നാലും തോറ്റുപോകാതെ നമ്മുടെ കേരളം വിജയിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരുപാട് വിശീലിച്ച് മഴയത്ത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് നിങ്ങളോട് സംസാരിക്കാം. അതൊരു പ്രധാനമായ നേട്ടമാണ്. ഇപ്പം കോവിഡ് വന്നപ്പോൾ നമ്മുടെ കേരളം തോറ്റു വീണ് പോയില്ല. പക്ഷെ ലോകത്തിൻ്റെ ചരിത്രഭാഗം നോക്കിയാൽ ഒരുപാട് സമ്പത്തുള്ള രാജ്യങ്ങൾ തോറ്റു വീണ് പോയി. ഇപ്പം കേരളത്തിൽ എവിടെയും ആശുപത്രിയിൽ പോയി ബെഡ് കിട്ടിയില്ല എന്ന് കഴിഞ്ഞിട്ട് ആരും മരണപ്പെട്ടില്ല. കേരളത്തിൽ ഒരിടത്ത് പോലും ഓക്സിജൻ കിട്ടാതെ ഒരു കുഞ്ഞും മരിച്ചില്ല. ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, പെയിന്റിംഗ്, സ്ലോഗൻ രചന, റീൽസ്, സ്ട്രീറ്റ് പ്ലേ, ഷോർട്ട് ഫിലിം ഇനങ്ങളിൽ സംഘടിപ്പിച്ച മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സമാപന ചടങ്ങിന് മുന്നോടിയായി അറവുകാട് ക്ഷേത്ര പരിസരത്ത് നിന്നും പുന്നപ്ര JB സ്കൂൾ വരെ കൂട്ടനടത്തം, സൈക്കിൾ റാലി എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് എക്സിബിഷനും ആശാപ്രവർത്തകരുടെ പോഷകാഹാര പ്രദർശനവും വിതരണവും, യോഗ പരിശീലന ക്ലാസ്, വിവിധ കലാപരിപാടികളും എന്നിവയും അരങ്ങേറി. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമാപന ചടങ്ങിൽ പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരസമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, അംഗങ്ങളായ ഗീത ബാബു, J സിന്ധു, റംല ഷഹാബുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AT അഞ്ജു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീർക്കുന്നം ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും H സലാം MLA നിർവഹിച്ചു. വായനയാണ് ലഹരി എന്ന പദ്ധതിക്കും MLA തുടക്കം കുറിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പ് SBI ചീഫ് മാനേജർ SR ഹേമന്ത് ഉദ്ഘാടനം ചെയ്തു.
CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PJ ആഞ്ചലോസ് ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം കടൽത്തീരത്ത് ഡോൾഫിന്റെ 3 ദിവസം പഴക്കമുള്ള ജഡമടിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം ജഡം മറവ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.